കിരണിന് നമുക്ക് നെയ്ച്ചോറുണ്ട്. ചിക്കൻ ഉണ്ട്, പിന്നെ ബീഫ് ഉണ്ട്, ലിവറാക്കാം. ബാക്കി എല്ലാ സാധനങ്ങളുണ്ട്. ബിരിയാണി ഉണ്ട്, ചോറ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചോറ് നോക്കാം. അവന് നാട്ടിലെ ഭക്ഷണങ്ങൾ അവർക്ക് നല്ല ഇതാണ് പറഞ്ഞത്. മോരുണ്ട്. ചിക്കൻ UK വന്നത്. അവൻ ഡെയിലി ക്ലാസ്സിൽ വരുമ്പോൾ അവൻ്റെ കൂടെ ഒരു പാത്രത്തില് എപ്പോഴും മോരുണ്ടാവും. മോര്, പുളിശ്ശേരി, പിന്നെന്താ ഇലക്കറികളൊക്കെ അവൻ്റെ അത് കുറെ പേര് അവന്റെ ചോറ്റുപാത്രം തുറക്കാൻ വേണ്ടിയിട്ട് കുറെ പേര് കാത്തിരിക്കും. അതൊരു നൈസ് ഫീൽ ആയി. അവൻ്റെ അമ്മൻ്റെ സ്പെഷ്യലൊക്കെ നല്ല നല്ല ഫുഡുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇന്നലെ മോരായിരുന്നു. അപ്പൊ ഇന്ന് അവന് മോര് പിന്നെ മോര് വെച്ചിട്ടുണ്ടെങ്കിലൊക്കെ സൈഡ് ഡിഷ് ഇവിടെ തുടങ്ങി വെച്ചിട്ടുണ്ട്. കാമെന്ന് നിഷാന്ത് വന്നിട്ടുണ്ട്. നിഷാന്ത്, ആനന്ദ് പ്രിപ്പറേഷൻ തുടങ്ങി. ഇതിപ്പോ ഈ എന്നും ഇതേ കോസ്റ്റ്യൂമാണ്. പ്രത്യേക സുഖമാണ്. കിരണേ, ആനന്ദിന്റെ ലിവർ കറി എങ്ങനെയുണ്ട്? നിനക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയതാ. നിഷാന്ത് അത് വെച്ച് കഴിഞ്ഞിട്ടാണ് മനസ്സിലായി. കുഴപ്പമില്ല. നിഷാന്ത് പക്ഷേ കടലക്കറി ഉണ്ട്, തൈരുണ്ട്, പിന്നെ നമ്മളുടെ അച്ചാറുണ്ട്, നല്ലൊരു അച്ചാറുണ്ട്. നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. സെറ്റാണ്, ഇഷ്ടപ്പെട്ടു. പിന്നെ നാട്ടിലത്തെ ഫുഡ് പോലെ ഒരു ടേസ്റ്റ് ഉണ്ടോ? ഇന്ത്യ നല്ല രസമുണ്ട്. എന്തായാലും ഇഷ്ടപ്പെട്ടോ? ഇല്ല. ശരി, കമ്പാരിറ്റീവ്ലി UK ഇത് വെക്കണ ഫുഡിനെക്കാട്ടി രസമുണ്ടോ അതോ നാട്ടിലെങ്കാട്ടി രസമുണ്ടോ? ഇതേപോലെ ചോറ് ജർമ്മനിയിൽ ഇത്രയും നല്ല അരി കിട്ടുന്ന ഞാൻ ഇത് അടിപൊളി അരി. അവിടെ അത്ര നല്ലതൊന്നും ഇല്ല. കിട്ടും, നമ്മുടെ ജാസ്മിൻ റൈസ്, നമ്മുടെ ബസ്മതി ഒക്കെ കിട്ടും, എല്ലാം കിട്ടും. അതേ പറ്റൂ. പിന്നെ ജാസ്മിൻ, ഞാൻ തായ് റൈസ് ഒക്കെ തായ്ലാൻഡിൽ നിന്നുള്ള റൈസ് ഒക്കെ നല്ല. ഇന്ത്യയിൽ നിന്നുള്ളത് നിരോധിച്ചില്ല. ഹലോ ഗൈസ്, ഇവിടെ നമ്മൾ എന്തിനാ വന്നിരിക്കുന്നത്? നമ്മൾ ജർമ്മനി ഡെൻമാർക്കിന് കളിയാണ് വന്നത്. ഇവിടെ വെളിയിൽ പ്രൊജക്ടിൽ പ്ലേ ചെയ്യില്ലേ? എല്ലാവരും ഉണ്ട്. നമ്മുടെ UK എന്നൊരു പേര് വന്നിട്ടുണ്ട്. UK നമ്മുടെ ആരാ വന്നാണ് ഇവിടെ ജർമ്മനി കളി ജർമ്മനി ഇംഗ്ലണ്ടിന് കളി കാണാൻ വന്നിരിക്കുന്നത്. ഇവിടെ ഷാബി കളി മ്യൂസിയാല ഗോൾ അടിച്ച് നിൽക്കുന്ന സമയമാണ്. ഇവിടെ ജനപ്രവാഹമാണ്, ജനപ്രവാഹം. നമ്മളെല്ലാവരും ജർമ്മന്റെ കൂടിയാണ് ഗൈസ്. അവിടെ പ്രൊജക്റ്റിൽ എല്ലാവർക്കും ഇട്ട് കാണിക്കുന്ന കേസ്. ഇവിടെ ഏകദേശം ഇപ്പൊ കളി എത്ര മണിക്കാണ് തുടങ്ങിയെന്നറിയോ? 71. ഇനി ഏകദേശം ജർമ്മനി 2-0 മുന്നേറിക്കൊണ്ടിരിക്കുന്നു. അതിന് എത്ര നേരം ഉണ്ടാകും കളി? 25 മിനിറ്റ്. 2-0 ആയതുകൊണ്ട് ജയിക്കാനുള്ള ചാൻസ്, മൂസിയാലയുടെ ഗോൾ കഴിഞ്ഞ് നിമിഷങ്ങൾ മാത്രം, ജയിക്കാനുള്ള ചാൻസ് കൂടുതലല്ലേ? അതെ. അപ്പൊ എന്തായാലും അങ്ങനെ പറയരുത്, ആൾക്കാരെ തല്ലു വാങ്ങി കിട്ടും. ആനന്ദി നേരെ ഓട്ടി ഷർട്ടിനോട് പോയി
അത്യാവശ്യം ലേറ്റാവും. അവരെന്തായാലും എത്താൻ ഇനി 1 മണിക്കൂർ. അതിൻ്റെ ഇടയ്ക്ക് അപ്പം തന്നെ കളി കഴിയുന്നു. ആശയേറിയ ഒരു മോഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നല്ല ആവേശമുണ്ട്. ഓരോരോ ഗോൾ അടുത്തിൽ കൂടെ, ഗോൾ പോസ്റ്റിൻ്റെ അടുത്തിൽ കൂടെ പോകുമ്പോൾ തന്നെ നല്ല മൂഡ്. പിന്നെ ഇന്ന് രാവിലെ കിരൺ വന്നിട്ടുണ്ട്. കിരണിനെ ഞങ്ങൾ എവിടെയൊക്കെ കാണിച്ച് കിരൺ എവിടെയെങ്കിലും സ്റ്റോൺ ബ്രിഡ്ജ്. കിരണേ സ്റ്റോൺ ബ്രിഡ്ജ് കണ്ടു. UK ആണോ നല്ലത്, ജർമ്മനി ആണോ നല്ലത്? ജർമ്മനി, തീർച്ചയായിട്ടും ജർമ്മനിയാണ്. ജർമ്മനി ജർമ്മനിയുടെ സൂപ്പർ. UK വേറെ വൈബാണ്, പക്ഷെ ജർമ്മനിയാണ് പൊളി. രണ്ടും നൈസാണ്, പക്ഷേ അതിൽ UK ആണ് അവന് കൂടുതൽ ഇഷ്ടപ്പെടുന്നൊക്കെ പറഞ്ഞു. അവൻ അവിടെ താമസിക്കുന്നതുകൊണ്ട് UK ആണ് നല്ല ജർമ്മനി നല്ലത്. ഇനി ഇവിടെയുള്ള ടൂറിസ്റ്റ് പ്ലേസും കാര്യങ്ങളൊക്കെ ഇവനെ ഇരുത്തി കാണിച്ചു കൊടുക്കണം. നേരെ ഇവിടെ നിന്ന് ഒരു 49 യൂറോൻ്റെ ഡിവിഷനായിട്ട് ടിക്കറ്റ് ഒക്കെ എടുത്തിട്ട് അവനെ എവിടെയൊക്കെ കാണിക്കും. മെയിനായിട്ട് പ്ലേസ് നമുക്ക് എവിടെയൊക്കെ കാണിക്കാം? കൾമുൺസ് കാണിക്കാം. പിന്നെ സ്റ്റോൺ ബ്രിഡ്ജ് ഓൾറെഡി കാണിച്ചു, ഡോമും കാണിച്ചു. പിന്നെ എവിടെയാണ് കിരണ എവിടെയാണ് എനിക്ക് കാണിച്ചത്? മെയിനായിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമായത് നമ്മൾ പോയി ഇവിടുത്തെ ഒരു ലോക്കൽ നദിയിൽ പോയി കുളിച്ചു. അതാണ് ഏറ്റവും അടിപൊളി ഇനി എവിടെയൊക്കെ എക്സ്പീരിയൻസ്. എനിക്ക് ആഗ്രഹമുണ്ട്. ഇനി എനിക്ക് ഡാനൂബ് നദിയുടെ മുകളിൽ നിന്ന് ചാടണമെന്ന് വലിയ മോഹമുണ്ട്, പക്ഷെ നടക്കുമെന്നറിയില്ല. അത് കുറച്ച് കഠിനയാണ്. ചെറിയ ഒരു അഡ്വഞ്ചർ. നാളെ വൽഹാല പോകണമെന്നാണ് പ്ലാൻ. വൽഹാല പോവാം, പ്രാഗ് പോവാം. പിന്നെ അപ്പോൾ പ്രാഗൊക്കെ പിന്നെ അങ്ങനെയുള്ള ചെറിയ ഏരിയസ് ഒക്കെ കാണാനുള്ള സമയം കൊണ്ടിട്ടു. ഏകദേശം ഒരു 3-4-5 ദിവസമൊക്കെ ഉണ്ടാവും. അപ്പോൾ അവിടെ നൈസായിട്ട് കളി ഇങ്ങനെ നല്ല അത്യാവശ്യം ആവേശമുണ്ട്. ഇവിടെ വന്നിട്ട് ആദ്യമായിട്ടാണ് ആ പുഴ അപ്പുറത്ത് കിടക്കുന്നത്. കാര്യമായിട്ട് ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് മലർന്നു കിടന്നു നിന്നത്. ഈ അറ്റം തൊട്ട് ആറ്റം വരെ തിരിച്ചും വന്നു. നല്ല പോയി 2-3 മിനിറ്റ് അവിടെ നിന്നു, തിരിച്ചും വന്നു. നല്ല ഒഴുക്കുണ്ട് വെള്ളത്തിന്. നല്ല ഒഴുക്കുണ്ട് പറഞ്ഞ മിതമായ നിരക്ക് തന്നെ, പക്ഷെ കുഴപ്പമില്ല. അത്യാവശ്യം നീന്താൻ അറിയണവർക്കൊക്കെ പോകും. കിരൺ വന്നിട്ടുണ്ടായിരുന്നില്ലേ? അവൻ എവിടേക്ക് കൊണ്ടുപോയി? ആക്ച്വലി അവൻ എല്ലാവിടേക്കും വരാന്ന് പറഞ്ഞൊരു പ്ലാനിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ അവന് അധികം സ്ഥലങ്ങളൊന്നും കറങ്ങാൻ പറ്റിയില്ല. കാരണം ടൈം ഇവിടെ വന്ന സമയം എന്താ വെച്ച് കഴിഞ്ഞാൽ ചെറുതായിട്ടൊരു പണി പോലെ എന്താ വെച്ചാൽ എല്ലാവർക്കും എക്സാം ഉണ്ടായിരുന്നു, പ്രിപ്പയർഡ് അല്ലായിരുന്നു. അങ്ങനെ കുറച്ച് ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് കറക്റ്റായിട്ട് അങ്ങനെ പ്രോപ്പറായിട്ട് എല്ലാവർക്കും കൊണ്ടുപോകാൻ പറ്റിയില്ല. അതിൽ നല്ല വിഷമമുണ്ട് എല്ലാവർക്കും. പക്ഷെ ഞാനടുത്ത് പറഞ്ഞു ഇവിടെ അടുത്തുള്ള കുറച്ച് സ്ഥലങ്ങളിലെങ്കിലും പോകാന്ന് പറഞ്ഞപ്പോൾ പിന്നെ അവന് ഒറ്റയ്ക്ക് പോകാൻ മടിയുണ്ടാവുള്ളൂ, സ്വാഭാവികമല്ലത്. പിന്നെ അവൻ അങ്ങനെ പോയില്ല. പക്ഷെ ഞങ്ങൾ ഇവിടെ ഉള്ളത് വെച്ചിട്ട് ഇവിടെ ഓണം പോലെ എന്ന് പറയും പോലെ ഇവിടെ അടിപൊളിയായിട്ട് പുഴയിൽ പോയി നീന്താൻ പോയി. പിന്നെ ബാക്കി പുഴയിലൊക്കെ പുഴയിൽ പോയി അവിടെ നല്ല രീതിയിൽ എൻജോയ് ചെയ്തു. നീന്തലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. കുറേ മല നീന്തി അങ്ങനെ അങ്ങോട്ട് പോയി ക്രോസ് ചെയ്തു, പുഴയൊക്കെ ക്രോസ് ചെയ്തു. അവിടെ വലിയൊരു ഇൻസിഡന്റ് ഉണ്ടായി, അത് അടുത്ത വീഡിയോയിൽ പറയാം. അത് ഭയങ്കര ക്യൂരിയസ് ആയിട്ടുള്ളൊരു ഇൻസിഡന്റ് ആണ്. അതിനെ ബാധിക്കപ്പെട്ട ഒരു വ്യക്തി അത് പറയണായിരിക്കും കുറച്ചും കൂടി നല്ലത്. അപ്പോൾ സുജിയെ അത് നീ അവൻ്റെ നിന്ന് കവർ ചെയ്തെടുത്ത് അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. അപ്പോൾ സ്ഥലത്തില്ലാത്തതുകൊണ്ട് തൽക്കാലം അവനെ കൊണ്ട് ചെയ്യിപ്പിച്ചാൽ മതി. പിന്നെ നീന്താനൊക്കെ അറിയില്ല. അവൻ അത്യാവശ്യം നല്ല രീതിയിൽ നീന്താൻ അറിഞ്ഞില്ലെങ്കിലും അവൻ എന്തെങ്കിലും ചെയ്ത് കൈയിട്ടടിച്ചിട്ട് കരയ്ക്ക് എത്തും. പിന്നെ ഒഴുക്കുള്ളത് കൊണ്ട് ഇവിടെ നിന്ന് വിട്ട് കഴിഞ്ഞാൽ അപ്പുറത്തെ കരയിലെങ്കിലും വന്ന് അടിഞ്ഞോളും. അപ്പോൾ അതിലൊന്നും വലിയ സംശയമില്ല. പക്ഷെ നല്ല ആഴമുണ്ട്. ഒരു കുറച്ച് ദൂരം അങ്ങനെ പോയി കഴിഞ്ഞാൽ പിന്നെ ഫുൾ നല്ല ആഴമാണ്. അപ്പോൾ കാല് വെച്ചാൽ കിട്ടില്ല, ചവിട്ടി നിൽക്കാൻ പറ്റില്ല, അങ്ങനെയുള്ള ഭയങ്കര സീനുകളൊക്കെ ഉണ്ട്. ഇവിടെ അറിയാണ്ട് ഒറ്റയ്ക്ക് പോയി പുഴയിൽ ഇറങ്ങുക പറഞ്ഞാൽ ഭയങ്കര റിസ്ക്കാണ്. കാരണം ഇവിടെ ഒന്നും നല്ല ഡെപ്ത് ആയിട്ടുള്ള റിവേഴ്സ് ആയതുകൊണ്ട് അങ്ങനെ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് അറിയാത്ത സ്ഥലത്ത് പോയിട്ട് ഇറങ്ങലും ഭയങ്കര റിസ്ക്കാണ്. കാരണം കുറേ ഒരു സ്റ്റുഡൻറ്റിനെ ഇപ്പോൾ നിലവിൽ മ്യൂണിക്കിൽ കാണാനുണ്ടായിട്ടുണ്ട്. അതേപോലെ കുറേ ആൾക്കാരുടെ മിസ്സിങ് ആണ്. പുഴയിൽപ്പെട്ട് മരിക്കുന്നവർ കുറേ ഉണ്ട്. ഇവിടെ പഠിക്കാൻ വരുന്ന എൻജോയ്മെൻ്റ് ഒക്കെ ഓക്കെയാണ്. പക്ഷേ
ഇങ്ങനെ പോയി റിസ്ക് എടുത്തിട്ട് കാര്യങ്ങൾ ചെയ്യാണ്ടിരിക്കുക. നമ്മൾ പോയത് 5-6 ആൾക്കാരായിട്ട് പിള്ളേരൊക്കെ ആയിട്ടാണ് പോയത്. എന്തെങ്കിലും ഒന്നാണ് പറഞ്ഞു കഴിഞ്ഞാൽ വിളിക്കാനെങ്കിലും പിള്ളേരുണ്ട്, റെസ്ക്യൂ ടീമിനെ വിളിക്കാനാണെങ്കിൽ ശരി, നീന്താൻ അറിയുന്ന 3-4 പേരെങ്കിലും കൂടി ഉണ്ട്. അപ്പോൾ കാര്യങ്ങളൊക്കെ സെറ്റായിരുന്നു, ഫുൾ എൻജോയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതിനുശേഷം വന്ന് ഫുഡും കാര്യങ്ങളൊക്കെ വെച്ച് ബിരിയാണിയൊക്കെ വെച്ച് പൊട്ടറ്റോ ബിരിയാണി വരെ വെച്ചുണ്ടാക്കി, എല്ലാം സെറ്റാക്കി, പാർട്ടി കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇവിടെ. മൊത്തത്തിൽ ഫുൾ എൻജോയ് ചെയ്തിട്ടാണ് കിരണ്ണെ വിട്ടാക്കിയത്. ഓക്കെ സിയാദേ, നീ പഠിക്കണേ? സിയാദിന് 2 ദിവസം കഴിഞ്ഞാൽ എക്സാം ഉണ്ട്. അപ്പം അതിനുള്ള വർക്കിലാണ് അവൻ. എന്താണ് ചെയ്യണമെന്ന് ചോദിച്ചാൽ AR/VR ഒരു പരിപാടിയാണ് ചെയ്യണേ. ഓക്കെ സിയാദേ, കിരൺ വന്നതിൻ്റെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു നിനക്ക്? കിരൺ വന്നിട്ട് അവൻ്റെ ഒപ്പം ഒരുപാട് ടൈം നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റി എന്ന് ഞാൻ പറയില്ല. ബിക്കോസ് നമ്മളെല്ലാവരും ബിസി ആയിരുന്നു. അപ്പോൾ എക്സാമിൻ്റെ തിരക്കും അങ്ങനെ ക്ലാസ്സും ഒക്കെ ആയിട്ട് കുറച്ച് ബിസി ആയിരുന്നു. കുഴപ്പമില്ല, നല്ല അടിപൊളിയായിരുന്നു. എന്നാൽ കൂടി പിന്നെ റൂം ഷിഫ്റ്റിങ്ങിൻ്റെയും കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. എന്നാലും മൊത്തത്തിൽ കുഴപ്പമില്ലായിരുന്നു. പിന്നെ അവനങ്ങോട്ട് മൊത്തത്തിലൊന്നും കാണിക്കാനൊന്നും പറ്റിയില്ല. എന്നാലും നല്ലതായിരുന്നു. കുറേ സ്ഥലങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ടായിരുന്നു. 4-5 വർഷത്തിന് ശേഷമാണ് അവനെ കാണുന്നത്. അപ്പം അതിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു, ഒരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവൻ പോയപ്പോൾ ഒരു സങ്കടം. പോയിട്ട് വിളിച്ചിട്ടുണ്ടായോ? പോയിട്ട് വിളിച്ചു, മ്യൂണിക്ക് എത്തിയപ്പോൾ ആള്. അപ്പം അവിടെ 2 ഫ്രണ്ട്സിൻ്റെ അപ്പം അടിച്ച് വിളിക്കാൻ ആള്. കാറിലൊരു ഫോട്ടോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുക്കുമോ? ആ വീഡിയോ നമുക്ക് ഇതിൽ തന്നെ അപ്ലോഡ് ചെയ്യാം. ഓക്കെ, ജസ്റ്റ് ഇപ്പം തന്നെ ഒന്ന് കാണിച്ചു കൊടുക്കാം. എന്താ ഇതവൻ ഡ്രൈവ് ചെയ്ത് പോകണോ? ഫ്രണ്ടിനൊപ്പം പോകാൻ ചില്ലടിച്ചിട്ട് മ്യൂണിക്കിലേക്ക് പോവാണ്. അതായത് ഇന്ന് അവൻ ഫ്ലൈറ്റ് കയറില്ലേ? സെറ്റ്. അങ്ങനെ കിരൺ ഇന്ന് നാട്ടിലെത്തുക. നേരെ അത് കഴിഞ്ഞിട്ട് വിളിക്കാൻ പറഞ്ഞു. നേരെ എന്തായാലും അവനും എൻജോയ് ചെയ്തു എന്ന് വിചാരിക്കണം. ഓക്കെ, ബൈ ഗൈസ്. കിരണം കുറേ രീതിക്ക് എൻജോയ് ചെയ്യണം പറഞ്ഞിട്ട് വന്നത്. പക്ഷെ അവനും കൂടുതൽ സമയം ഇവിടെ സ്പെൻഡ് ചെയ്യാൻ കിട്ടിയില്ല. പിന്നെ അവന് കുറേ മീറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സ്വന്തമായിട്ട് ഒരു കമ്പനിയൊക്കെ അവിടെ UK തുടങ്ങി വെച്ചിട്ട് വന്നത്. അപ്പോൾ അതിൻ്റെ ഒരു മീറ്റിംഗ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഹോട്ടലായിരുന്നു. ഓക്കെ, പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ റൂം ഷിഫ്റ്റിംഗ് ഉണ്ടായിരുന്നു. ഇതാണ് ഞങ്ങളുടെ പുതിയൊരു റൂമിലേക്ക് ഇങ്ങനെ മാറി, എല്ലാവരും മാറി. ഇവിടെ നിന്ന് മുന്നേ താമസിച്ച അതേ റൂം. ഓക്കെ, ബൈ 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 ബൈ. സിയാദേ ഒരു ബൈ. ബൈ. ആനന്ദ് ബൈ. ബൈ ബൈ ബൈ. ഡാനൂബ് അതാണോ മെയിൻ? ഇത്